ഉള്ളത് പറയാം. അതീവ സുരക്ഷാ ഇടമായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ചാടി. ജയിൽ വകുപ്പിനെയാണ് നാണക്കേടിന്റെ പടുകുഴിയിലാക്കിയത്. ആരോഗ്യ വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും വൈദ്യുതി വകുപ്പിനും പിന്നാലെ മുഖ്യമന്ത്രിയുടെ ചുമതലയുള്ള ജയിൽ ആഭ്യന്തര വകുപ്പ് കൂടി സിസ്റ്റം തകരാർ ബാധിച്ച നിലയിൽ. സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന കേരള മനസാക്ഷിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ സാധിക്കാത്ത ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ എങ്ങനെ സാധിച്ചു? ആര് സഹായിച്ചു? കണ്ണൂർ സെൻട്രൽ ജയിൽ ഇത്രയേ ഉള്ളോ? ചോദ്യങ്ങൾ നിരവധി, ഉത്തരം പ്രതീക്ഷിക്കേണ്ട. വെള്ളിയാഴ്ച പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ വൈദ്യുത വേലിയും മതിലുകളും ഭേദിച്ച് ഗോവിന്ദച്ചാമി ചാടിയ വിവരം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ധാരണയുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പും നൽകി. സൂക്ഷിക്കുക, ലൈംഗിക വൈകൃതമുള്ള ഇയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. ജാഗ്രതയോടെ കണ്ണൂർ നഗരത്തിലും പരിസരങ്ങളിലും ജനങ്ങൾ ഗോവിന്ദച്ചാമിയുടെ വിവരം കിട്ടിയാൽ പോലീസിന് നൽകാൻ തയ്യാറായി. എപ്പോഴാണ് ജയിൽ ചാടിയതെന്ന് പോലും പറയാനാവാതെ ജയിൽ ഉദ്യോഗസ്ഥർ വട്ടം കറങ്ങി. ലോക്കൽ പോലീസ് അറിഞ്ഞത് രാവിലെ 7 മണിക്ക് ശേഷം. മാധ്യമങ്ങളിലൂടെ പോലീസ് വിവരം നൽകി. ഫോട്ടോ പുറത്തുവിട്ടു. CCTV ദൃശ്യങ്ങൾ കിട്ടി. കറുത്ത പാൻസും ഷർട്ടും ഇട്ട് നടന്നു നീങ്ങിയ ഗോവിന്ദച്ചാമിയെ പിന്നീട് മറ്റൊരു ഷർട്ടിലാണ് കണ്ടത്. ലഭിച്ച ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇന്ന് രാവിലെ കാലത്തെ 4:15 ശേഷമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി എന്ന തടവുകാരൻ ജയിലിൽ ചാടിയിട്ടുണ്ട്. 4:15 ശേഷം അയാൾ ധരിച്ചിരിക്കുന്നത് ഒരു കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റുമാണ്. അയാളുടെ ഇപ്പോഴുള്ള രൂപപ്രകൃതിയിൽ ചെറിയൊരു താടിയൊക്കെ ഉള്ള രൂപപ്രകൃതിയാണ്. ഇതിന് ഏറ്റവും പുതിയ ഫോട്ടോഗ്രാഫ്സാണ് ഇപ്പോൾ മീഡിയക്കെല്ലാം തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നത്. 4:15-നും 6:30-ക്കും ഇടയിലുള്ള ഒരു സമയത്താണ് ജയിലിൽ ചാടിയിട്ടുള്ളതെന്നാണ് നമ്മുടെ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് ഭാഗ്യത്തിലുള്ള അന്വേഷണം നമ്മൾ തുടങ്ങി. കേരളം വിട്ടിരിക്കാമെന്ന സംശയത്തിൽ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസ് അരിച്ചുപെറുക്കി. പക്ഷേ കണ്ണൂർ വിട്ടിട്ടില്ലെന്ന് 10 മണിയോടെ ബോധ്യമായി. പോസ്റ്റ് ഓഫീസിന് അടുത്തെത്തിയപ്പോഴാണ് നമുക്ക് ഡൗട്ട് തോന്നിയത്. ഞാൻ നോക്കുമ്പോൾ റോഡിന്റെ ഇടത് സൈഡിലൂടെ ഒരാൾ ഫുൾ സ്ലീം ഷർട്ടുമായിട്ട് ഒരാൾ നടന്നു വരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, അയാൾ കാരണം രാവിലെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എവിടെ ഒരു പരിചയം മാതിരി എന്തോ കണ്ട മാതിരി ഒരു ഫേസ് മാതിരി തോന്നി. അപ്പോൾ ഒരു സംശയം തോന്നി. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് വണ്ടി നിർത്തി നോക്കുമ്പോഴേക്കും കൈ കാണിക്കാൻ പറയുമ്പോഴേക്കും ഉടനെ തന്നെ എനിക്ക് ആളുടെ ഇടത് കൈയാണ് ഇല്ലാത്തത്. അപ്പോൾ ഉടനെ ആൾ ഇറങ്ങി ഇതുവഴി ഓടുകയാണ് ചെയ്തത്. ഞങ്ങൾ അവിടെ വരെ ചെന്നു. അപ്പോൾ ഈ ആൾ മതിലെടുത്ത് ചാടി ഓടി. ഞാൻ ടൗൺ സ്റ്റേഷനിൽ ഓൾറെഡി വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ ഭണ്ഡാരം പോലെ കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ കൈ വെച്ചിരുന്നു. ഈ കൈ കാണാതിരിക്കാൻ വേണ്ടി ജയിലിൽ നിന്ന് 5 കിലോമീറ്ററിനുള്ളിൽ ഗോവിന്ദച്ചാമിയെ കണ്ടു. തളാപ്പ് സ്വദേശി വിനോജ് നൽകിയ വിവരം നിർണായകമായി. ഇതോടെ 1 മണിക്കൂറിനുള്ളിൽ ഗോവിന്ദച്ചാമി വലയിൽ. ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നു. അയാളെ വടിയെടുത്ത് ആക്രമിക്കാൻ വരുന്ന ദൃശ്യം ഇതാ. ദൃശ്യം ഇയാൾ ഈ കെട്ടിടത്തിനകത്തുണ്ട്. തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഗോവിന്ദച്ചാമി ഈ കെട്ടിടത്തിനകത്ത് ഇവിടെ പോലീസിനെ ആക്രമിക്കാൻ അയാൾ ശ്രമിച്ചു. കൂടുതൽ പോലീസിനകത്ത് കയറുകയാണ്. എന്തായാലും ഗോവിന്ദച്ചാമിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനമായ വാർത്തയാണ് ന്യൂസ് 18 ഇപ്പോൾ നൽകാനുള്ളത്. ആ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 കാണിക്കുന്നത്. ഈ കെട്ടിടത്തിനകത്ത് തന്നെ അയാൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും മണിക്കൂർ. ഇതാ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഗോവിന്ദച്ചാമി പിടിയിലാകുന്നു. പോലീസിന്റെ വലയിലായിരിക്കുന്നു. പോലീസ് അയാളെ പിടികൂടാൻ ശ്രമിക്കുന്നു. അയാൾ പോലീസുമായി
ഇയാൾ ഓടുകയാണ്. ഇതിനകത്ത് നിന്നും ഓടുന്നത് ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് വളരെ അലേർട്ടോടും ജാഗ്രതയോടും കൂടി തന്നെ നമ്മൾക്ക് ഈ പ്രതിയുടെ പിന്നാലെ ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും അതിനെ പറ്റിയിട്ട് തുടർന്ന് വലിയ രീതിയിലേക്ക് ആൾക്കാരുടെ ഇടയിൽ കൂടി മീഡിയ വഴിയൊക്കെ നാട്ടുകാർക്കിടയിലേക്കും കൂടി ഇൻഫർമേഷൻ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതി ഏത് സമയത്താണ് ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഏറ്റവും സാധ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെർച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 3.5 മണിക്കൂർ കൊണ്ട് പ്രതിയെ നമുക്ക് പിടികൂടാൻ പറ്റും. കേരളം ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ജയിൽ വകുപ്പിന് തീരാക്കളങ്കമാണ്. വധശിക്ഷ വിധിച്ചപ്പോഴും പിന്നീട് സുപ്രീം കോടതി ജീവപര്യന്തമാക്കി കുറച്ചപ്പോഴും ഗോവിന്ദച്ചാമിയെ വെറുപ്പോടെ കണ്ട കേരള മനസാക്ഷി ഇതെന്താണ് സംഭവിച്ചതെന്ന് അത്ഭുതപ്പെടുന്നു. ഇപ്പോൾ ജയിൽ ചാടുമ്പോഴും അതേ അത്ഭുതം. ഗോവിന്ദച്ചാമി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരുടെല്ലോ സഹായം അവനുണ്ടായിട്ടുണ്ട്. അവനല്ലാതെ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു മതിലും ഈ ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും എല്ലാ സൗകര്യങ്ങളും ആരോ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം 2-4 പോലീസുകാർ കാവലുള്ള ഒരാളാണ് ഈ ഗോവിന്ദച്ചാമി. എത്രയും വലിയൊരു ക്രിമിനലാണ് അവൻ. ആ ക്രിമിനലിനെ പിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത് പുറത്തില്ലാതെ എങ്ങനെ പുറത്തിറങ്ങുന്നത്? അല്ലാതെ അവൻ എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും? അവന് പുറത്തിറങ്ങാൻ കഴിയും? ഒരുപാട് ദുരൂഹതകളാണ് ആ ജയിൽ ചാട്ടത്തിലുള്ളത്. കാരണം ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി 1:15 കമ്പി കൊണ്ട് ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻ്റ് ആയിരുന്നു, ഏകാന്ത തടവായിരുന്നു. അവിടെ നിന്ന് അത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി അവിടെ നിന്നാണ് തുണി കൊണ്ട് ഇത്രയും വലിയ മതിലുമ്മ ചാടി കിടന്ന് അത് അപ്പുറത്തേക്കിട്ട് ആ അപ്പുറത്തേക്ക് ചാടി അയാൾ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ജയിലിൻ്റെ അകത്ത് നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തു നടന്നിട്ടുണ്ട്. അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ്. ആ ക്രിമിനലുകൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ CPMന്റെ താവളങ്ങളായിട്ട് മാറുന്നു. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവ് ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, വീഴ്ചയായി പിന്നെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ വീഴ്ച പോയല്ലോ. വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടൂല്ലോ. ചാടിയുണ്ടെങ്കിലും വീഴ്ച പറ്റുന്നില്ല എൻ്റെ അർത്ഥം. പിടിച്ചു എന്നുള്ളത് കൊണ്ട് അത്രയേ ഉള്ളൂ ഒന്നും കൊണ്ട് അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇത്രയും കൃത്യമാണ്. വീഴ്ചയില്ലാതെ ചാടാൻ പറ്റുമോ? ഗോവിന്ദച്ചാമി ചാടി എന്നുള്ളത് സത്യം. ഗോവിന്ദച്ചാമിയെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം. വീഴ്ചയെല്ലാം പറ്റും, പലപ്പോഴും പറ്റും, പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇനിയും പറ്റും. അതൊക്കെ അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തു പോവുക. അതാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തത്. ഇനി വിശദീകരണങ്ങളുടെ പെരുമഴയായിരിക്കും. CCTVകൾ പോലും കണ്ണടച്ച നിലയിലായിരിക്കും. ഗോവിന്ദച്ചാമി ചാടിയ സമയവും പോലീസിനെ അറിയിച്ച സമയവുമൊക്കെ ജയിൽ വകുപ്പിനെയും പോലീസിനെയും സംരക്ഷണ വലയത്തിലാക്കാൻ മാറിമറിയും. ഏതെങ്കിലും വീഴ്ച ഉണ്ടോ, പ്ലാനിംഗ് ഉണ്ടോ, അത് DIG പ്രിസൺ, DIG ജയിൽ നോർത്ത് മേഖല അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ വിശദമായി പോയിട്ട് നോക്കിയിട്ട് ആർക്ക് ഭാഗം വീഴ്ച ഉണ്ടെങ്കിൽ നെട്പടി മാറും, ആർക്ക് ഭാഗം തെറ്റുണ്ടെങ്കിൽ അതിൽ വരുന്ന നെട്പടികൾ നമുക്ക് മുന്നോട്ട് ഇത് എങ്ങനെ തടയണം അതിൽ കൃത്യമായി നമ്മുടെ ഒരു നിർദ്ദേശങ്ങൾ അയക്കാം. അത് വേണ്ടി മാത്രമേ എനിക്ക് പറയാനുണ്ട്.
ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ജയിലിൽ വരാനിരിക്കുന്ന ദിവസം പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ചാടിയത്. മോഷണം നടത്തി നാടുവിടാനായിരുന്നു തീരുമാനം. ഇതാണ് ഗോവിന്ദച്ചാമി പറഞ്ഞതെന്ന് പോലീസ്. അതെന്തായാലും 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിനപ്പുറം ഇനിയൊന്നും കാര്യമായി പ്രതീക്ഷിക്കേണ്ട. കേരളത്തിലെ ജയിലുകളിൽ ഗോവിന്ദച്ചാമിയെ പോലുള്ള ക്രിമിനലുകളുടെ സ്വൈരവിഹാരമാണ്. നാട്ടുകാരുടെ സഹായവും ജാഗ്രതയും ഉണ്ടായതുകൊണ്ട് മാത്രം ഇയാളെ വീണ്ടും അഴിക്കുള്ളിലാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ അടുത്ത കുറ്റകൃത്യത്തിലേക്കായിരിക്കും ഇയാളുടെ യാത്ര. അതിനാര് ഉത്തരവാദിത്വമേൽക്കും? ഓരോ വകുപ്പുകൾ പരാജയപ്പെടുമ്പോഴും പരാതി പറയുന്നവരെ കുറ്റം പറയുന്നത് ഇനിയെങ്കിലും നിർത്തണം. വിമർശനത്തെ ഉൾക്കൊള്ളണം. സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾ ഉണ്ടാവും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. ഇവിടെ വന്നിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ പറഞ്ഞതുപോലെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള ദൂരം കുറവാണെന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരെ ഭ്രാന്തന്മാരാക്കുകയല്ല വേണ്ടത്. ജയരാജൻ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല.